നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരു വിമാനയാത്ര സുരക്ഷിതവും അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ പര്യവസാനിക്കണമെങ്കിൽ വിമാന ജീവന അധികൃതർ മാത്രം വിചാരിച്ചാൽ പോരാ, യാത്രക്കാർ കൂടി വിചാരിക്കണം. പ്രത്യേകിച്ച് നമ്മളൊരു വിമാനത്തിൽ യാത്ര ചെയ്യാൻ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. പാസ്പോർട്ട് വെരിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് കടമ്പകൾ അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പരാജയപ്പെട്ടാലോ തീർച്ചയായിട്ടും അത് മറ്റ് ചില പ്രശ്നങ്ങളിലേക്ക് നയിക്കുമല്ലോ, യാത്രയൊക്കെ മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് നയിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ചൈനയിലാണ് സംഭവം ഉണ്ടായത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മേക്കപ്പാണ് ഒരു സ്ത്രീക്ക് ഒരു വള്ളിക്കെട്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മുട്ടം പണി നൽകിയിരിക്കുന്നത്. എന്താണ് വാർത്തയുടെ വിശദാംശങ്ങളെന്ന് വിശദമായി തന്നെ നോക്കാം. പാസ്പോർട്ടിലെ ഫോട്ടോയുമായി സാമ്യമില്ല എന്ന കാരണത്താലാണ് ഇത്തരത്തിൽ യുവതിയോട് ജീവനക്കാർ മേക്കപ്പ് മാറ്റാൻ ആവശ്യപ്പെട്ടത്. നമുക്കറിയാം, ഈ വിമാനത്താവളത്തിൽ യാത്രയ്ക്കായി എത്തുന്നവർ പാസ്പോർട്ട് വെരിഫിക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാസ്പോർട്ട് വെരിഫിക്കേഷനിൽ പാസ്പോർട്ടിലെ ഫോട്ടോയുമായിട്ട് ഈ വന്ന യുവതിക്ക് യാതൊരു സാമ്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ മേക്കപ്പ് തുടപ്പിച്ചതും. ഒടുവിൽ മേക്കപ്പ് തുടപ്പിച്ചപ്പോൾ പാസ്പോർട്ടിലെ ഫോട്ടോയിലുള്ള യുവതി തന്നെയാണ് ഇതെന്ന് ഈ വിമാനത്താവള ജീവനക്കാർക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇത്തരത്തിൽ വളരെ നാടകീയവും സംഭവബഹുലവുമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. മേക്കപ്പ് കാരണം ഇമിഗ്രേഷൻ കൗണ്ടറിലെ ഫേഷ്യൽ റെക്കഗ്നീഷൻ സ്കാനറിന് യുവതിയെ തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് യുവതിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറിയത്. പാസ്പോർട്ടിലെ ഫോട്ടോയുമായി യാതൊരു സാമ്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പാസ്പോർട്ടിലെ ഫോട്ടോയ്ക്ക് സമാന രൂപമാകുന്നത് വരെ മേക്കപ്പ് തുടച്ചു കളയാനും വിമാനത്താവളത്തിലെ ജീവനക്കാർ യുവതിയോട് ആവശ്യപ്പെടുകയായിരുന്നു. സംഭവത്തിന്റെ വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് മുൻപേ സംഭവിച്ച ഈ സംഭവത്തിൻ്റെ വീഡിയോ അടക്കം ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളത്തിലാണ് ഇത് നടന്നത്. എന്തായാലും മുഖത്തെ മേക്കപ്പ് മുഴുവൻ യുവതി തുടച്ചു നീക്കുന്നത് വീഡിയോ അടക്കം പുറത്തു വന്നിരിക്കുകയാണ്. മേക്കപ്പ് ചെയ്ത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശം ജീവനക്കാർ യുവതിക്ക് നൽകുന്നതടക്കം വീഡിയോയിൽ കേൾക്കാവുന്നതാണ്. ഇതെല്ലാം കേട്ട്, അതായത് തീർച്ചയായിട്ടും മേക്കപ്പ് ചെയ്യാൻ ഒരു സ്ത്രീയെ സംബന്ധിച്ച് മേക്കപ്പ് ചെയ്യാൻ എന്തുമാത്രം സമയമെടുക്കും, അതുമാത്രമല്ല മേക്കപ്പ് എന്തുമാത്രം കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇത്തരത്തിൽ മായ്ച്ചു കളയേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ഒരു യുവതിയെ സംബന്ധിച്ച് വളരെ അസ്വസ്ഥയാക്കുന്ന, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവം തന്നെയാണ്. സംഭവത്തിന് പിന്നാലെ യുവതിയെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി കമൻറ്റുകളാണ് വരുന്നത്. എന്തായാലും രണ്ട് കൂട്ടർ, അതായത് യുവതിയെ അനുകൂലിക്കുന്നവരുമുണ്ട്, ഇത് ചെയ്തത് മോശമായി പോയി അല്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി പോയെന്ന് പറയുന്നവരുമുണ്ട്, ഇത്തരത്തിലൊരു ചെയ്തിയെ വിമർശിക്കുന്നവരുമുണ്ട്. മറ്റൊരു സംഭവം കൂടി നോക്കാം. വിമാനത്തിനുള്ളിൽ ആക്രമണം അഴിച്ചുവിട്ട യുവാവ് പിടിയിൽ. 40,000 അടി ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിലായിരുന്നു ആക്രമണം നടന്നത്. നാടകീയ സംഭവങ്ങളാണ് വിമാനത്തിൽ അരങ്ങേറിയത്. മാത്രമല്ല, ഇത്തരത്തിൽ ആക്രമണം നടത്തിയ വ്യക്തി എയർ ഹോസ്റ്റസിനോട് വളരെ മോശമായി പെരുമാറി. പറന്നുയർന്ന് അരമണിക്കൂറിന് ശേഷം വിമാനത്തിനകത്ത് യാത്രക്കാരൻ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. തുടർന്ന് പുറപ്പെട്ട അതേ വിമാനത്താവളത്തിൽ അടിയന്തരമായി വിമാനം തിരിച്ചിറക്കുകയും ചെയ്തു. കാരണം ഇയാൾ ഇത്രയും അക്രമാസക്തനായി നിൽക്കുന്ന സാഹചര്യത്തിൽ യാത്ര പൂർത്തീകരിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായി മാറി. ഈ സാഹചര്യത്തിൽ വിമാനം തിരിച്ചിറക്കുന്ന സാഹചര്യമുണ്ടായി. 24-കാരനായ യുവാവാണ് എയർ ഹോസ്റ്റസിനെ കടന്നു പിടിക്കുകയും വിമാനത്തിൻ്റെ ഒരു വശത്തേക്ക് ബലമായി പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തത്. അമേരിക്കയിലെ കണക്റ്റിക്കറ്റ് ബ്രാഡ്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഷിക്കാഗോയിലേക്ക് പുറപ്പെട്ട അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. വിമാനം പറന്നു പൊങ്ങി ഏതാണ്ട് 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ യാത്രക്കാരൻ്റെ ഭാഗത്തു നിന്ന് മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. യാത്രക്കാരനായ ജൂലിയസ് ജോർദൻ പ്രീസ്റ്റർ എന്നയാളാണ്. ഇയാൾ ഇരുന്നിരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നു. മാത്രമല്ല, ഇയാൾ ഷർട്ട് ഊരുകയും ചെയ്തു. എന്നിട്ട് ഈ വിമാനത്തിനുള്ളിൽ ഇയാൾ വളരെ അക്രമാസക്തനാകുന്നു, ബഹളം വയ്ക്കുന്നു. സഹയാത്രികരെല്ലാം നടുങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരും നടുങ്ങുകയുണ്ടായി. ഇതിനുശേഷം ഇയാൾ പിന്നിലേക്കോടി സീറ്റിലിരിക്കുകയായിരുന്ന എയർ ഹോസ്റ്റസിനോട് ആക്രോശിച്ചു, ദേഷ്യപ്പെട്ടു. അവരെ ബലമായി പിടിച്ചു വലിച്ച് പിന്നിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. ഇതോടെ മറ്റ് യാത്രക്കാർ ഇടപെടുകയും ഇയാളെ കായികമായിട്ട് കീഴ്പ്പെടുത്തുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇത്രയും അക്രമാസക്തനായ ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. മാത്രമല്ല, എയർ ഹോസ്റ്റസിനെ ഉപദ്രവിക്കുന്നു. ഈ ഒരു സാഹചര്യം വന്നപ്പോൾ യാത്രക്കാർ സമയോചിതമായി ഇടപെടുകയും ചെയ്തു. ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മാത്രമല്ല ഇയാൾ തെറി വിളിക്കുകയും ചെയ്തു. ഇതോടെ അടിയന്തര സാഹചര്യമാണെന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ അറിയിക്കുകയും വിമാനം തിരിച്ചു പറത്തുകയുമായിരുന്നു. പുറപ്പെട്ട അതേ വിമാനത്താവളത്തിൽ തന്നെ അടിയന്തര ലാൻഡിംഗ് നടത്തി. കണക്റ്റിക്കറ്റ് പോലീസ് വിമാനത്തിൽ കയറി ഇയാളെ അറസ്റ്റ് ചെയ്തു. പിന്നീട് പരിശോധനയ്ക്കായി ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു.
മാത്രമല്ല എയർ ഹോസ്റ്റസ് ആക്രമണത്തിനിരയായി അവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ജീവനക്കാർ സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആ എയർ ഹോസ്റ്റസിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. എന്തായാലും മറ്റു ജീവനക്കാരുടെ മാത്രമല്ല ഈ വിമാനത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ മനസാന്നിധ്യത്തെ അമേരിക്കൻ എയർലൈൻസ് അഭിനന്ദിക്കുകയും പ്രസ്താവനയിലൂടെയാണ് ഒരു പ്രശംസ, അതായത് ഈ ഒരു ഇത്രയും ആക്രമണാസക്തമായ സാഹചര്യത്തിൽ ഇടപെട്ട ഈ ഒരു ജീവനക്കാർക്കും അതുപോലെ തന്നെ ഈ വിമാനത്തിലെ യാത്രക്കാർക്കുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദനം, പ്രശംസയൊക്കെ നൽകിയിരിക്കുകയാണ് അമേരിക്കൻ എയർലൈൻസ്.